ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ലെല്ലോസ് വ്ലോഗ്. അപ്പം നമുക്കിന്നൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം. അപ്പോൾ കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് നാരങ്ങ നീര്, പിന്നെ കുറച്ച് തൈര്, പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ മാരിനേറ്റ് ചെയ്ത് 1 മണിക്കൂറോളം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. ഇനി ഒരു ചീനച്ചട്ടി എടുത്തിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് നമുക്ക് കുറച്ച് ഉള്ളി വറുത്തെടുക്കാനായിട്ടുണ്ട്. ഉള്ളി വറുത്തിട്ടാണ് നമ്മൾ ചിക്കൻ്റെ മസാല ഉണ്ടാക്കുന്നത്. പിന്നെ ചോറിന് ആവശ്യമായിട്ടുള്ള കുറച്ച് സ്പൈസസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഏലക്ക, പട്ട, ഗ്രാമ്പൂ, പിന്നെ സ്റ്റാർ, അങ്ങനത്തെ കുറച്ച് സ്പൈസസ് ഞാൻ എടുക്കുന്നുണ്ട്. പിന്നീട് നമുക്ക് വേണ്ടത് അണ്ടിപ്പരിപ്പും മുന്തിരിയുമാണ്. അതും ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഈ ഒരു പരുവത്തിലാവുമ്പോഴത്തേക്കും, ഈ ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് ഉള്ളി കോരി മാറ്റാം കേട്ടോ. അതേപോലെ രണ്ടാമത്തെ ട്രിപ്പും ഞാൻ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് നമുക്ക് അരി ഒന്ന് കുതിർക്കാൻ വയ്ക്കാം. അപ്പം ആവശ്യത്തിന് അരി എടുത്തിട്ട് അത് വെള്ളത്തിലൊന്ന് കുതിർക്കാനായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ 2.5 ഗ്ലാസ് അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതേ നമ്മുടെ ഉള്ളി വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ആ ഓയിൽ തന്നെ നമുക്ക് ചിക്കൻ പൊരിച്ചെടുക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് 2 മിനിറ്റ് ഇട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഡീപ്പ് ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതേ നമ്മുടെ ഫ്രൈ നമ്മൾ ജസ്റ്റ് 2 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ എല്ലാ ചിക്കനും ഞാൻ 2 മിനിറ്റ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കൂടുതൽ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മളിന്ന് പൊരിച്ച് കോഴി ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതേ നമ്മളെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ ഓയിൽ തന്നെ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതേ ഇങ്ങനെ ഒരു ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തിട്ട് നമുക്കതിലേക്ക് ഇനി തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 2 തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് പച്ചമുളക് കൂടി ആവശ്യത്തിന് ഇട്ട് കൊടുത്ത് നല്ല വെന്തുടഞ്ഞ് വരുന്ന പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉള്ളി കൂടി തട്ടിക്കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. അപ്പം ഈ മസാലയുടെ കളറ് നല്ല ബ്രൗൺ കളറായിട്ട് വരും. ഇനി അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് ഒഴിക്കേണ്ട ആവശ്യമില്ല, കുറച്ച് മാത്രം ഒഴിച്ചാൽ മതി. പിന്നീട് നമുക്ക് 2 ടീസ്പൂൺ മുളക് പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയുമാണ് നമുക്കിതിലേക്ക് ആവശ്യം. അതും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. എരിവ് ഒക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. ഇനി ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കനും കൂടി ഇട്ട് നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കറിവേപ്പില ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിനി അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഒന്ന് വറുത്തെടുക്കാനുണ്ട്. അപ്പോൾ അത് ഒന്നും കൂടി ഞാനൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഓയിലിൽ തന്നെയാണ് നമ്മൾ റൈസ് കുക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നേരത്തെ കാണിച്ച സ്പൈസസും കൂടി ഇട്ട് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും റൈസും കൂടി ഇട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന കുറച്ച് ഉള്ളി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ ക്യാരറ്റ് ഇടാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ ക്യാരറ്റ് ഇട്ടു. പിന്നെ നാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചോറ് ഒട്ടിപ്പിടിക്കത്തില്ല. അപ്പോൾ അതിനായിട്ടാണ് നമ്മൾ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ചോറൊക്കെ വെന്ത് സെറ്റായി നമ്മൾ ദമ്മിൽ വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്കുള്ളത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതേ ദമ്മ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ കൂടെ കഴിക്കേണ്ട സലാഡും നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ബിരിയാണി. അപ്പം എങ്ങനെയുണ്ട്, നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക ഗായ്സ്. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബിരിയാണിക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗായ്സ്. ബൈ.